الصالحين وأشهد أن محمدا عبده ورسوله سيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ സലഫു സാലിഹുകളുടെ ജീവിതത്തിൽ അവർ പുലർത്തിപ്പോന്നിരുന്ന അഖ്ലാഖുമായി ബന്ധപ്പെട്ട കുറെ അസറുകൾ, വാക്കുകൾ വായിച്ചു. ഇന്ന് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം, സലഫുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചില അസറുകളാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ-ഇഅ്തിസാമു ബിസ്സുന്ന, സുന്നത്ത് മുറുകെ പിടിക്കുന്നതിന്റെ പ്രാധാന്യം. വഇഹ്യാഉഹ, ജനങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ള, വീഴ്ച വരുത്തിയിട്ടുള്ള സുന്നത്തുകൾ ജീവിപ്പിക്കുന്നതിന്റെ മഹത്വം. അതിനെക്കുറിച്ച് വന്നിട്ടുള്ള സലഫുകളുടെ വാക്കുകളും സംഭവങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് വായിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രണ്ടാമത്തെ കലിമയാണ്, ഷഹാദത്ത് കലിമയിൽ രണ്ടാമത്തെ കലിമയാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നാം സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഉലമാക്കൾ പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, അയ്യുത്വാഅ ഫീമാ അമർ, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അതനുസരിക്കുക. വയുജ്തനബ മാ നഹാ അൻഹു വസജർ, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതും ആക്ഷേപിച്ചതും അതുപേക്ഷിക്കുക. വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, എന്താണോ അവിടുന്ന് അറിയിച്ചു തന്നത്, മറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന അഖ്ബാർ, വിവരങ്ങൾ, അതിൽ കണ്ണുപൂട്ടി വിശ്വസിക്കുക. വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമുക്ക് നിയമമാക്കി തന്ന, പഠിപ്പിച്ചു തന്ന രൂപത്തിലല്ലാതെ ഒരു ഇബാദത്തും ചെയ്യാതിരിക്കുക. ഇതാണ് ഈ ഷഹാദത്ത് കലിമയുടെ അർത്ഥം. ഇത് താത്വികമായി ഒരു നിർവചനം എന്നുള്ള രീതിയിൽ പറഞ്ഞ് പഠിച്ച് ഹിഫ്ലാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ അനക്കത്തിലും അടക്കത്തിലും ഈ 4 കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞു തന്നത് അത് അന്ധമായി തന്നെ വിശ്വസിക്കണം, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കണം. അതുപോലെ അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും വിലക്കിയത് ഉപേക്ഷിക്കുകയും ഇബാദത്ത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കലിമ നമ്മൾ വിശ്വസിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചില അസറുകളാണ്, മുൻഗാമികളുടെ വാക്കുകൾക്കാണ് അസർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് വായിക്കുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അലൈക്കും ബിസ്സബീലി വസ്സുന്ന, നിങ്ങൾ നേരായ മാർഗം അസ്സബീൽ പിന്തുടരുക, വസ്സുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരുക. സലഫു സാലിഹ്യങ്ങൾ സുന്നത്ത് എന്ന് പ്രയോഗിച്ചാൽ അതിന് പ്രധാനമായും ഉദ്ദേശിക്കുന്ന അർത്ഥം മൻഹജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീഖത്ത്, അവിടുന്ന് പിന്തുടർന്ന മാർഗം എന്നാണ്. നമ്മളിന്ന് സുന്നത്ത് എന്ന വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, പണ്ഡിതന്മാർ പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം, ഫിഖ്ഹിന്റെ കിതാബുകളിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർളല്ലാത്ത കാര്യങ്ങൾ, ചെയ്താൽ പുണ്യമുള്ള, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്ത കർമ്മങ്ങൾ, നമ്മുടെ റവാത്തിബ് സുന്നത്ത്, വിത്ർ, ഇതൊക്കെ സുന്നത്താണ്. അതുപോലെ തന്നെ ഹദീസ് എന്നുള്ള അർത്ഥത്തിൽ സുന്നത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതുപോലെ ഉപയോഗിക്കുന്ന ഒരു അർത്ഥമാണ് ശരിയായ മൻഹജ്, ശരിയായ മാർഗം എന്ന അർത്ഥത്തിൽ സുന്നത്ത് എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിങ്ങൾ പിന്തുടരുക. ഫഇന്നഹു ലൈസ മിൻ അബ്ദിൻ, ഒരു അടിമയുമില്ല, അലാ സബീലിൻ വസുന്ന, ശരിയായ അഹ്ലുസുന്നത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പിന്തുടർന്ന ആ മാർഗം പിന്തുടർന്നിട്ടുള്ള ഒരു അടിമ. ذكر الله تعالى ففاضت عيناه من خشية الله, അല്ലാഹുവിനെ ഓർത്ത് അവന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരൊഴുകിയാൽ ഫതമസ്സഹു النار അബദാ, അവൻ ഒരിക്കലും തീ തൊടുകയില്ല, നരകം സ്പർശിക്കുകയില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, സലഫുകൾ ഇബാദത്തുകളും അതുപോലെ തന്നെ ഖുശൂഉം മറ്റു കാര്യങ്ങളുമൊക്കെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിലവച്ചിരുന്നുള്ളൂ. അപ്പോ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന സലഫു സാലിഹുകളുടെ മാർഗം പിന്തുടരുന്ന ഒരു അടിമ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ നരകം പിന്നെ അവനെ സ്പർശിക്കുകയില്ല. അപ്പൊ അല്ലാത്ത ആളാണെങ്കിലോ അവന്റെ കാര്യത്തിലൊന്നും പറയാൻ സാധിക്കില്ല, ഒരു ഉറപ്പുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലുഹാ ഫിന്നാർ, 72 കക്ഷികളെ കുറിച്ച് അവരൊക്കെ നരകത്തിലാണ്. അതിന്റെ അർത്ഥം ഉലമാക്കൾ പറയുന്നത് അവരെല്ലാം നരകം അർഹിക്കുന്നുണ്ട്. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കാം, ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കാം. അപ്പോ ശരിയായ സുന്നത്ത് പിന്തുടരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകൾ, അടിസ്ഥാനങ്ങൾ പിന്തുടരുന്ന ഒരാളുടെ കാര്യത്തിലെ ഈ ഒരു ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ. ഉബയ്യ് ഇബ്നു കഅബ് സ്വഹാബിയാണ്, നമുക്കറിയാം. അനിൽ അലാ ഇബ്നുൽ മുസയ്യിബ് അൻ അബീഹി ഖാല കാന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യുഅല്ലിമു റജുലൻ അത്തശഹുദ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിക്ക് തശഹുദ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. താബിഈയായിരിക്കും. അദ്ദേഹത്തെ നമസ്കാരത്തിലെ അവസാനത്തെ തഹിയ്യാത്തിൽ നമ്മൾ ഓതുന്ന തശഹുദ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഫഖാല അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്
റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, തശഹുദിന്റെ അവസാനത്തെ വാചകം. ഫഖാല റജുൽ, ഈ വ്യക്തി പഠിക്കുന്ന ഈ വിദ്യാർത്ഥി പറഞ്ഞു, വഹ്ദഹു ലാ ശരീക ലഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞിട്ട് ഒരു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് കൂടി കൂട്ടി. ഫഖാല അബ്ദുല്ലാഹ് ഹുവ കദാലിക്, അത് ശരിയാണ്, വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ ചൊല്ലുന്ന തശഹുദിൽ ഇതുണ്ടോ? ഇല്ലല്ല, തഹിയ്യാത്തിൽ എന്നാലേ ഓർമ്മ വരുള്ളൂ. ഫഖാല അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ കദാലിക്, അല്ലാഹുവിന് പങ്കാളികളില്ല എന്നത് ശരി തന്നെയാണ്. വലാകിൻ നൻതഹി ഇലാ മാ അലിംനാ, പക്ഷേ നമ്മൾ എന്താണോ പഠിച്ചത് അവിടെ നമ്മൾ നിർത്തണം. അപ്പൊ ഇബാദത്തുകൾ തൗഖീഫിയാണ് എന്നത് അഹ്ലുസുന്നത്തിന്റെ ഒരു അസ്ലാണ്. അത് സലഫി മനഹജിന്റെ അടിസ്ഥാനമാണ്. എന്താണ് തൗഖീഫി എന്ന് പറഞ്ഞാൽ? എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതേ ചെയ്യാൻ പാടുള്ളൂ. ദുനിയാവിന്റെ കാര്യങ്ങൾ പോലെയല്ല. ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് എന്തും ചെയ്യാം, ഹറാമല്ലാത്തത് എന്തും ചെയ്യാം. പക്ഷെ ഇബാദത്തുകൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചതല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതോ വലുതോ ആയ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവിടെ നിർത്തണം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അനി സുഹ്രി അന്നഹു ഖാല, മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ശിഹാബ് അസ്-സുഹ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ ഇഅ്തിസാമു ബിസ്സുന്നത്തി നജാഹ്, സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് വിജയമാണ്, രക്ഷയാണ്. അതാണ് രക്ഷ. ഒരാളുടെ പരലോകം രക്ഷപ്പെടാനുള്ള അടിസ്ഥാനം തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് അഥവാ സലഫി മൻഹജ് അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകൾ അത് പിന്തുടരുക എന്നുള്ളതാണ്. വഅനിൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഖാല, ലാ യസിഹു ഖൗലുൻ ഇല്ലാ ബിഅമൽ വലാ യസിഹു ഖൗലുൻ വഅമലുൻ ഇല്ലാ ബിനിയ്യ. ഹസൻ അൽ ബസ്രി ഇമാമു താബിഈൻ, താബിഈങ്ങളുടെ കാലത്തെ ഇമാമാണ്. അദ്ദേഹം പറയുന്നു, ലാ യസിഹു ഖൗലുൻ ഇല്ലാ ബിഅമൽ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖൗല് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല അമലില്ലാതെ. ഒരാള് വിശ്വാസ കാര്യങ്ങളൊക്കെ നാവുകൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ ഒരു അമലും ജീവിതത്തിൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവൻ വിജയിക്കുകയില്ല. വലാ യസിഹു ഖൗലുൻ വഅമലുൻ ഇല്ലാ ബിനിയ്യ. ഒരാൾക്ക് നല്ല വാക്കുകൾ പറയുന്നുണ്ട്, നല്ല വിശ്വാസം അയാൾ വെച്ച് പുലർത്തുന്നുണ്ട്, അമലും ചെയ്യുന്നുണ്ട്, പക്ഷെ നിയ്യത്തില്ലാതെ അതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല. ഇഖ്ലാസ് വേണം. വലാ യസിഹു ഖൗലുൻ വഅമലുൻ വനിയ്യ. ഇനി ഈ മൂന്നുമുണ്ട്. അയാൾ പറയുന്നതൊക്കെ ശരിയായ വാക്കുകളാണ്, അഥവാ അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. അതുപോലെ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അമൽ ചെയ്യുന്നുണ്ട്, ശരീരം കൊണ്ട് അമലുകൾ ചെയ്യുന്നുണ്ട്, പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, നല്ല നിയ്യത്തുമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഖിലാസ് ഉണ്ട്, ലാഹിറായ അമലുകൾ ചെയ്യുന്നുണ്ട്, അയാൾ പറയുന്ന വാദങ്ങളും ശരിയാണ്, അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. പക്ഷെ ഇല്ലാ ബിസ്സുന്ന, സുന്നത്ത് കൊണ്ടല്ലാതെ ശരിയാവുകയില്ല. അഥവാ പൂർണ്ണമായ അഹ്ലുസുന്നത്തിന്റെ മൻഹജ് അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമേ അവന്റെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. അനിൽ ഔസാഇ റഹിമഹുല്ലാഹ് അന്നഹു ഖാല, നദൂറു മഅസ്സുന്നതി ഹൈഥു ദാറത്. നമ്മൾ സുന്നത്തിന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. സുന്നത്ത് എങ്ങോട്ടാണ് കറങ്ങുന്നത് അങ്ങോട്ട് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് കേട്ടു, അപ്പൊ അത് സ്വീകരിക്കുക. ഇത്രയും കാലം എനിക്ക് 40 വയസ്സായി, അല്ലെങ്കിൽ 30 വയസ്സായി, 50 വയസ്സായി, 60 വയസ്സായി, എത്ര വയസ്സായാലും സുന്നത്തിന്റെ കൂടെയാണ് നമ്മൾ കറങ്ങുന്നത്. എവിടെയാണോ ഒരു ഹദീസ് നമ്മൾ കേൾക്കുന്നത് അത് നമ്മൾ അനുസരിക്കും. അൻ ഔൻ ഇബ്നു അബ്ദുല്ലാഹി റഹിമഹുല്ലാഹ്, താബിഈയാണ്, അദ്ദേഹം പറയുന്നു, മൻ മാത അലൽ ഇസ്ലാമി വസ്സുന്ന, ആരാണോ മുസ്ലിമും സുന്നിയുമായിക്കൊണ്ട്, അഥവാ ഇസ്ലാമുണ്ട്, തൗഹീദുണ്ട്, സുന്നത്തുമുണ്ട്, ഹദീസ് അയാൾ പിന്തുടരുന്നുണ്ട്, അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടത്, ഫലഹു ബഷീറുൻ ബികുല്ലി ഖൈർ, അവനെല്ലാ ഖൈറും ഉണ്ടാകുമെന്ന് സന്തോഷിച്ചു കൊള്ളുക. അവന്റെ മുന്നിൽ ഖൈർ മാത്രമാണ്. അപ്പൊ ശരിയായ തൗഹീദുമുണ്ട്, അതുപോലെ ഇത്തിബാഉ സുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനങ്ങളൊക്കെ അയാൾ പിന്തുടരുന്നുണ്ട്, അവൻ എല്ലാ ഖൈർ കൊണ്ടും സന്തോഷിച്ചു കൊള്ളുക. അൻ മുജാഹിദ് റഹിമഹുല്ലാഹ്, താബിഈയായ മുഫസ്സിറാണ്, അദ്ദേഹം പറയുന്നു, അഫ്ദലുൽ ഇബാദ, ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത്, സുന്നത്തായ കാര്യങ്ങളെ കുറിച്ച് പറയാൻ, ഫർളുകൾ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദലായ ഇബാദത്ത് അർ-റഅയുൽ ഹസൻ, നല്ല അഭിപ്രായങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് പല പല അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പൊ ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്, സുന്നത്താണ്. ഇപ്പൊ വൻപാപം ചെയ്ത ഒരാൾ, അയാൾ മുസ്ലിമാണോ കാഫിറാണോ? ഒരു മുസ്ലിം ഭരണാധികാരി, അയാളുടെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളുണ്ടായി, അയാൾക്കെതിരെ കലാപം നടത്താമോ വേണ്ടയോ? അഭിപ്രായങ്ങളാണ്. അതിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അഭിപ്രായമുണ്ട്. അതെന്താണ്? ഭരണാധികാരി ഇസ്ലാമിന്റെ വൃത്തത്തിനകത്തായിരിക്കുന്നിടത്തോളം കാലം അനുസരിച്ചു കൊള്ളണം. അതുപോലെ വൻപാപങ്ങൾ എത്ര ചെയ്തയാളും ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല. അത് പുറത്താകുമെന്ന് പഠിപ്പിക്കപ്പെട്ട കാരണങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രമേ പുറത്താവുകയുള്ളൂ. അപ്പൊ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങൾ, അതാണ് ഏറ്റവും ഉത്തമമായ ഇബാദത്ത്. അപ്പൊ അയാൾക്ക് ഇബാദത്തുകൾ കുറവാണ്, ഫർളുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ, പക്ഷെ അയാളുടെ വാദങ്ങൾ, അയാളുടെ വിശ്വാസം ശരിയാണ്, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അയാളാണ് ഒരു പക്ഷേ ഇബാദത്തിൽ മുഴുകുന്ന ഒരാൾ, അയാളുടെ വാദങ്ങളിൽ ഇതുപോലെയുള്ള പിശകുകളുണ്ട്, ഇതുപോലെ സുന്നത്തിനെതിരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച
അഭിപ്രായങ്ങൾക്കെതിരായ അല്ലെങ്കിൽ വിശ്വാസം പഠിപ്പിച്ച വിശ്വാസങ്ങൾക്കെതിരായ അഭിപ്രായങ്ങൾ അയാൾക്കുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ആളാണ് ശരിയായ വഴിയിലുള്ളത്. അതാണ് അഫ്ദലുൽ ഇബാദത്ത്, ഏറ്റവും വലിയ ഇബാദത്ത്. അതുകൊണ്ട് തന്നെ സലഫു സാലിഹ്യങ്ങൾ ബിദഅത്തുകാരുടെ ഇബാദത്തുകൾ വഞ്ചിതരാകുമായിരുന്നില്ല. ഹസൻ ഇബ്നു സാലിഹ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ആബിദായിരുന്നു, ആലിമാണ്, ആബിദാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നമസ്കരിക്കാൻ നിന്നാൽ ഇസ്ഫറ വഹ്മറ, അയാളുടെ മുഖം മഞ്ഞയും ചുവപ്പുമായി മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഖുശൂ കൊണ്ട് നിറം മാറിക്കൊണ്ടിരിക്കും. അത്രയും വലിയ ആബിദായിരുന്നു അദ്ദേഹം. പള്ളിയുടെ ഒരു മൂലയിലായിരിക്കും അയാളുടെ ജീവിതം. അങ്ങനെയുള്ള ആളെക്കുറിച്ച് സലഫു സാലിഹ്യങ്ങൾ വളരെയധികം ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട് ഇമാമിങ്ങൾ. കാരണം ഫാസിഖായ ഭരണാധികാരിക്കെതിരെ കലാപമുണ്ടാക്കാമെന്ന അഭിപ്രായമുണ്ടായിരുന്നു. അദ്ദേഹം കലാപം ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഫാസിഖായ വാലിമായ ഭരണാധികാരിക്കെതിരെ വാളെടുക്കാം എന്നൊരു അഭിപ്രായം, അത്രയേ ഉള്ളൂ. വേറെ ഒരു തെറ്റും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആർക്കും പറയാനില്ല. അങ്ങനെയുള്ള ആളെക്കുറിച്ച് സലഫുകൾ പറഞ്ഞ വാക്ക് കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. അത്രയും കടുത്ത വാക്കുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഇബാദത്ത് ഒരു തമാശയായിട്ടായിരുന്നു സലഫുകൾ കണ്ടിരുന്നത്. ഇന്ന ആളെപ്പോലെയുള്ള ആബിദാവരുത് എന്ന് വലിയ വലിയ ഇമാമിങ്ങൾ. അയാളുടെ ഖുശൂ അത് കപട ഖുശൂ ആണ് എന്ന് സലഫുകൾ പറഞ്ഞിരുന്നു. കാരണം സുന്നത്തിൽ നിന്ന് പഴിച്ചുപോയി. അഹ്ലുസുന്നത്തിന്റെ അസ്ലാണ് ഭരണാധികാരി എന്ത് അക്രമം ചെയ്താലും ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നത് വരെ അയാളെ അനുസരിച്ചു കൊള്ളണം. അതെന്തുകൊണ്ടാണ്? ഭരണാധികാരികൾക്ക് വേണ്ടി വാദിക്കുന്ന ദീനാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ്? അല്ല. നാട്ടിൽ വ്യാപകമായ കുഴപ്പമുണ്ടാകും, കലാപങ്ങളുണ്ടാകും. ഭരണാധികാരി രണ്ടാളുകളെ ജയിലിലിട്ടു അന്യായമായി, അല്ലെങ്കിൽ രണ്ടാൾക്ക് വധശിക്ഷ കൊടുത്തു, നമുക്കതിൽ വിഷമമുണ്ട്. പക്ഷെ അതിനെതിരെ വാളെടുത്താൽ എന്ത് സംഭവിക്കും? നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കൊല്ലും. അപ്പൊ കൂടുതൽ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താതിരിക്കാൻ വേണ്ടിയാണ്. അതാണ് ഇതിന്റെ ഹിക്മത്ത്. അതുപോലെ തന്നെ ശത്രുക്കൾ ഈ രാജ്യത്തെ ചിലപ്പോൾ പിടിച്ചെടുക്കും. ഒരു മുസ്ലിം രാജ്യത്ത് മുസ്ലിം ഭരണാധികാരിക്കെതിരെ ജനങ്ങൾ കലാപം ഉണ്ടാക്കിയാൽ ആ അവസരം മുതലെടുത്ത് ഒരുപക്ഷെ ഒരു ശത്രു വന്ന് ആ രാജ്യം കൈയടക്കിയെന്ന് വരാം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹും റസൂലും ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അഹ്ലുസുന്നത്തിന്റെ ഒരു അസ്ലിൽ ഒരാൾ പഴിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ ഇബാദത്താണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഏറ്റവും വലിയ ഇബാദത്ത് അർ-റഅ്യുൽ ഹസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏകോപിച്ച ആ അഭിപ്രായങ്ങൾ, അവരുടെ വാദഗതികൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. അൻ വഹ്ബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ്, താബിഈയാണ്, അദ്ദേഹം പറയുന്നു അന്നഹു കാന യഖൂൽ തൂബാ ലിമൻ നദറ ഫീ ഐബിഹി അൻ ഐബി ഗൈരിഹി. മറ്റുള്ളവരുടെ ഐബുകൾ, കുറ്റങ്ങളും കുറവുകളും ഉപേക്ഷിച്ച് അവനവന്റെ കുറ്റങ്ങളും കുറവുകളെ കുറിച്ചും ചിന്തിച്ച മനുഷ്യൻ, അതിനെക്കുറിച്ച് ആലോചിച്ച മനുഷ്യൻ, അവൻ സന്തോഷിച്ചു കൊള്ളട്ടെ, അവന് മംഗളം. തൂബാ ലിമൻ തവാളഅ ലില്ലാഹി മിൻ ഗൈരി മസ്കന. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ച, എന്നാൽ ഒരു മിസ്കീനാവാതെ പോവുകയും ചെയ്ത ആൾക്ക് മംഗളം. എന്ന് പറഞ്ഞാൽ എന്താണ് മിസ്കീനാവുക എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും വഞ്ചിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പരിധി വിട്ട താഴ്മ, അങ്ങനെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയിട്ടുള്ള, അള്ളാഹുവിന് വേണ്ടി കോപിക്കേണ്ട സന്ദർഭത്തിലും ഒരു വിഡ്ഢിയെ പോലെ ജീവിക്കുക, അങ്ങനെയൊന്നും ആവാതെ ഒരു മിതമായ വിനയം കാണിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് സന്തോഷ വാർത്ത. വറഹിമല്ലാഹു അഹ്ലദ്ദുല്ലി വൽ മസ്കന. അതുപോലെ തന്നെ ഈ മിതമായ താഴ്മയും വിനയവും കാണിച്ച് നടക്കുന്ന ആളുകൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വതസദ്ദഖ മിൻ മാലിൻ ജമഅ മിൻ ഗൈരി മഅസിയ. മഅസിയത്തിലൂടെ അല്ലാതെ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച പണം സ്വതക്ക ചെയ്ത ആളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വജാലസ അഹ്ലൽ ഇൽമി വൽ ഹിൽമി വ അഹ്ലൽ ഹിക്മ. അതുപോലെ ഇൽമിന്റെയും സൽസ്വഭാവത്തിന്റെയും ഹിക്മത്തിന്റെയും ആളുകളുടെ കൂടെ ഇരിക്കുന്ന ആൾ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണ്. നമ്മൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യരുടെയും കൂടെ ഇരിക്കാൻ പാടില്ല, മുസ്ലിമായ എല്ലാവരുടെ കൂടെ തന്നെ ഇരിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൽമുള്ള, അതിന് അനുസരിച്ചുള്ള സ്വഭാവമുള്ള, ഹിക്മത്തുള്ള ആളുകളുടെ അടുത്തിരുന്ന ഒരാൾ, അവനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് വിഷയവുമായി ബന്ധമുള്ളത്. വവസിഅത്ഹു സുന്നത്തു വലം യതഅദ്ദഹാ ഇലൽ ബിദ്അ. സുന്നത്ത് എനിക്ക് മതി, അത് വിട്ട് ബിദ്അത്തിലേക്ക് അവൻ പോയതുമില്ല. അങ്ങനെയുള്ള ഒരാൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് സുന്നത്ത് മതിയാകില്ല. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുണ്ട്, അഹ്ലുസുന്നത്തിന്റെ കിതാബുകളുണ്ട്, അതൊന്നും അവർക്ക് മതിയാവില്ല. അവർക്ക് ബിദ്അത്തുകൾ കൂടി കിട്ടിയാലേ, അങ്ങനെ ഒരു സാഹസം കാണിച്ചാലേ അവർക്ക് മതിയാവുകയുള്ളൂ. ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അവർ പഠിക്കാൻ പോയാൽ അതിൽ അഹ്ലുസുന്നത്തിന്റെ നല്ല കിതാബുകൾ ഉണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു ബിദ്അത്തിന്റെ ആള് അയാളുടെ ഒരു കിതാബ് കൂടി വായിച്ചാൽ അവർക്ക് തൃപ്തിയാവുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഉപേക്ഷിച്ചാൽ യാതൊരു കുഴപ്പവുമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത വിഷയങ്ങൾ, അതിലൊക്കെ തലയിട്ട് എങ്ങനെയെങ്കിലും അഹ്ലുസുന്നത്തിന്റെ വാദങ്ങളിൽ നിന്ന് പുറത്ത് കടന്നാലേ അടങ്ങുകയുള്ളൂ. അങ്ങനെയുള്ള വാശിയുള്ള ആളുകളുണ്ട്. അങ്ങനെ ആവാതെ സുന്നത്തിൽ ഒരാൾ ഒതുങ്ങി തൃപ്തനായി നിന്നു. അങ്ങനെയുള്ള ആൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് വഹ്ബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ് പറയുന്നത്. അൻ അബിൽ ആലിയത്ത് റഹിമഹുല്ലാഹ്, ഒരു താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, തഅല്ലമുൽ ഇസ്ലാം. നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കുക, തൗഹീദ് എന്താണ്, ഇസ്ലാം എന്താണ് എന്ന് പഠിക്കുക. ഫൈദാ തഅല്ലംതുമൂഹു ഫലാ തദഉ അൻഹു. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കരുത്.
എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും തൗഹീദിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. വഅലൈക്കും ബിസ്സിറാത്തിൽ മുസ്തഖീം, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീം പിന്തുടരുക, അതായത് സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഖീദ അത് പഠിക്കുക. ഫഇന്നഹുൽ ഇസ്ലാം, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഇസ്ലാമു ഹുവസ് സുന്നഹ് വസ്സുന്നത്തു ഹിയൽ ഇസ്ലാം. ഇസ്ലാമാണ് സുന്നത്ത് എന്ന് പറയുന്നത്, അതായത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസങ്ങൾ, സുന്നത്തിന്റെ ഉസൂലുകൾ, അതാണ് യഥാർത്ഥ ഇസ്ലാം. അതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സുന്നത്തുമാണ്. എന്നിട്ട് അദ്ദേഹം പറയും, വലാ തദ്ഉ സിറാത്ത യമീനൻ വലാ ശിമാലൻ, നിങ്ങൾ ഈ സുന്നത്ത് വിട്ട് ഇടത്തേക്കോ വലത്തേക്കോ മാറരുത്. വഅലൈക്കും ബിസുന്നത്തി നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബിഹി, നബിയുടെയും സഹാബത്തിന്റെയും സുന്നത്ത്, അവരുടെ മാർഗം നിങ്ങൾ പിന്തുടരുക. അനിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, ഫുദൈൽ ഇബ്നു ഇയാദ് അറിയപ്പെട്ട ഒരു താബിഈ ഇമാമാണ്. അദ്ദേഹം പറയുന്നു, ഖാല തബിഅ തുറുഖൽ ഹുദാ, ഹിദായത്തിന്റെ മാർഗം, അഹ്ലുസുന്നത്തിന്റെ മാർഗം, അത് നീ പിന്തുടരുക. വലാ യദുറക ഖില്ലത്തു സാലിക്കീൻ, അതിൽ ആളുകൾ കുറവാണ് എന്നത് നിന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നീ അതിൽ നിന്ന് തെറ്റിപ്പോകരുത്. വലാ യദുറക ഖില്ലത്തു സാലിക്കീൻ, ആളുകൾ കുറവാണ് എന്നുള്ളത് കണ്ട് നീ മടുക്കരുത് സുന്നത്തിന്റെ മാർഗം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഹ്ലുസുന്നത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ച അഖീദയും അവർ പഠിപ്പിച്ച അമലും അതേ നമുക്ക് ആകാവൂ എന്ന കണിശതയുള്ള ആളുകൾ എല്ലാ കാലത്തും കുറവായിരിക്കും. താബിഈങ്ങളുടെ കാലത്ത് അവർ പറയുന്നതായി കാണാൻ സാധിക്കും, യാ അഹ്ലസുന്ന തറഫഖു, അഹ്ലുസുന്നത്തെ നിങ്ങൾ പരസ്പരം സൗമ്യത കാണിക്കുക, ഫഇന്നകും അഖല്ലുന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറവാണ് എന്ന് അന്ന് ആളുകൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഖിയാമത്തിന്റെ അടുത്തെത്തി ഈ കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്തിന്റെ എണ്ണം എന്തായാലും കുറവായിരിക്കും. അപ്പൊ എണ്ണം കുറവായതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്, അത് കണ്ട് നിങ്ങൾ ഈ മാർഗം ഉപേക്ഷിക്കരുത്. വലാ തഗ്തറ വഇയ്യാക വതുറുഖദ് ദലാല, ദലാലത്തിന്റെ മാർഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. വലാ തഗ്തറ ബികസ്റത്തിൽ ഹാലികീൻ, നശിച്ചു പോകുന്നവരുടെ ആധിക്യം കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. കുറെ ആളുകളുണ്ട് ആ സംഘടനയിൽ, കുറെ ആളുകളുണ്ട് ഈ പാർട്ടിയിൽ, അത് കണ്ട് വഞ്ചിതരാകരുത്. അൻ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് ഖാല, ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം അത്ബാഉ താബിഈനിൽപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹം പറയുന്നു, ലിയകുനിൽ ലദീ തഅതമിദൂന അലൈഹി ഹാദൽ അസർ, നിങ്ങളുടെ അവലംബം അസറുകളായിരിക്കണം. ഒരു മസല ഉണ്ടായാൽ അതിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു, സഹാബത്ത് എന്ത് പറഞ്ഞു, അതായിരിക്കണം നിങ്ങളുടെ അടിസ്ഥാനം. വഖുദൂ മിനർ റഅയി മാ യുഫസ്സിറു ലക്കുമുൽ ഹദീസ്, റഅയി എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ, മനുഷ്യരുടെ വാക്കുകൾ. മനുഷ്യരുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ എന്താണ് എടുക്കേണ്ടത്, അതിലെന്താണ് ഉപകാരമുള്ളത്. മാ യുഫസ്സിറു ലക്കും അൽ ഹദീസ്, ഹദീസ് വിശദീകരിച്ചു തരാനുള്ള വാക്കുകൾ. അപ്പൊ ഹദീസിൽ ഒരു വാക്കിന്റെ അർത്ഥം തിരിഞ്ഞിട്ടില്ല, അത് എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു പണ്ഡിതനോട് ചോദിക്കാം. അതല്ലാതെ ഒരു മനുഷ്യന്റെ അഭിപ്രായം, അവരുടെ വാദഗതികൾ, അത് നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. നിങ്ങളുടെ അടിസ്ഥാനം ഹദീസ് ആയിരിക്കണം, അസറുകളായിരിക്കണം. അൻ സുഹ്രി റഹിമഹുല്ലാഹ് ഖാല കാന മൻ മദാ മിൻ ഉലമാഇനാ യഖൂലൂൻ, കഴിഞ്ഞുപോയ നമ്മുടെ ഉലമാക്കൾ പറയാറുണ്ട്. ഇമാം സുഹ്രി എന്ന് പറയുന്നത് അദ്ദേഹം എന്തായാലും ഹിജ്റ 300 മുമ്പുള്ള ആളാണ്. അദ്ദേഹമാണ് പറയുന്നത്, കഴിഞ്ഞുപോയ നമ്മുടെ ഉലമാക്കൾ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ സഹാബത്തും താബിഈങ്ങളും പറയാറുണ്ട്, ഇന്നൽ ഇഅ്തിസാമ ബിസുന്നതി നജാഹ്, സുന്നത്ത് മുറുകെ പിടിക്കുന്നത് രക്ഷയാണ്, എല്ലാ ദലാലത്തുകളിൽ നിന്നുമുള്ള രക്ഷയാണ് സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത്. അൻ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അന്നഹു കാന യഖൂൽ, ഫുദൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം പറയുമായിരുന്നു, ഉസ്ലുക് ഹയാതൻ തയ്യിബ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്, ആരാണ് മുഅ്മിനായി സാലിഹായ അമലുകൾ ചെയ്യുന്നത്, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവന് നല്ല ജീവിതം ഞാൻ നൽകും. ഈ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അടിസ്ഥാനം ഫുദൈൽ ഇബ്നു ഇയാദ് പറയുകയാണ്, നീ ഒരു നല്ല ജീവിതം തിരഞ്ഞെടുക്കുക, അൽ ഇസ്ലാമ വസ്സുന്ന, തൗഹീദും സുന്നത്തും, അതാണ് നല്ല ജീവിതം എന്ന് പറയുന്നത്. അതല്ലാത്ത മറ്റെല്ലാം ദുനിയാവിലെ സൗകര്യങ്ങളായാലും ഇനി മനസ്സമാധാനമായാലും എന്തായാലും അത് രണ്ടാമത് മാത്രമാണ്. അടിസ്ഥാനം അൽ ഇസ്ലാമു വസ്സുന്ന. അൻ ഇബ്നു അബി ദിഅ്ബ് റഹിമഹുല്ലാഹ് അന്നഹു ഖറഅ ഹദീസൻ ഫഖീല ലഹു, ഇബ്നു അബി ദിഅ്ബ് റഹിമഹുല്ലാഹ് ഒരു മുഹദ്ദിസാണ്. അദ്ദേഹം ഒരു ഹദീസ് വായിച്ചു, ഒരു സദസ്സിൽ ഒരു ഹദീസ് അദ്ദേഹം വായിച്ചു. ഫഖീല ലഹു, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, അതഖുദു ബിഹാദാ, ഈ ഹദീസാണോ താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ ഒരു മസലയിൽ ചർച്ച നടക്കുകയാണ്. ഒരു ഹദീസ് പറഞ്ഞു, അപ്പൊ ഇതന്നെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫദറബ സദ്റ റജുലി വസാഹ കസീറൻ, ഈ ചോദിച്ച മനുഷ്യന്റെ നെഞ്ചത്ത് അദ്ദേഹം അടിച്ചിട്ട് അലറി വിളിച്ചു, ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. വഖാല ഉഹദ്ദിസുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വതഖൂലു തഅഖുദു ബിഹി, എന്നിട്ട് നീ ചോദിക്കുകയാണ്, ഇതന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം, ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണോ. നഅം ആഖുദു ബിഹി, അതെ ഞാനിത് സ്വീകരിക്കുന്നു. വദാലിക്കൽ ഫർളു അലയ്യ, ഞാനൊരു ഔദാര്യമായിട്ട് സ്വീകരിക്കുന്നതല്ല, അതെനിക്ക് ഫർളാണ്. ഒരു ഹദീസ് കിട്ടിയാൽ
അത് സ്വീകരിക്കൽ എനിക്ക് നിർബന്ധമാണ്. വഅലാ കുല്ലി മൻ സമിഅഹു, എനിക്ക് മാത്രമല്ല നിനക്കും ഇത് കേട്ടവർക്കൊക്കെ ഈ ഹദീസ് സ്വീകരിക്കുക നിർബന്ധമാണ്. ഇന്നല്ലാഹു ഇഖ്താറ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൻ നാസി ഫഹദാഹും ബിഹി, അല്ലാഹു മുഹമ്മദിനെ തെരഞ്ഞെടുത്തു ജനങ്ങൾക്കിടയിൽ നിന്ന്, എന്നിട്ട് അദ്ദേഹം വഴി ആളുകൾക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. വഅലാ യദൈഹി, അതുപോലെ റസൂലിന്റെ കയ്യിലൂടെയാണ് അല്ലാഹു ഹിദായത്ത് നമുക്ക് നൽകിയത്. ഫഅലൽ ഖൽഖ്, അതുകൊണ്ട് സൃഷ്ടികൾക്ക് മുഴുവൻ നിർബന്ധമാണ് യത്തബിഊഹു ത്വായിഈന ഔ ദാഖിരീൻ, സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ നിർബന്ധിതരായിട്ടോ റസൂലിനെ അനുസരിക്കുക എന്നുള്ളത്. നിർബന്ധിതരായിട്ട് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിന് ഖുവത്തുണ്ടെങ്കിൽ, ശക്തിയുണ്ടെങ്കിൽ നിർബന്ധമായി തന്നെ അനുസരിപ്പിക്കും. മുസ്ലിമീങ്ങളായ ആളുകളെ മറ്റുള്ളവരെ നിർബന്ധിച്ച് മുസ്ലിമാക്കുന്നല്ല, മുസ്ലിമായ ആളുകളെ ഇസ്ലാമിന്റെ അഹ്കാമുകൾ നിർബന്ധമായി പിന്തുടരിപ്പിക്കുക തന്നെ ചെയ്യും. ലാ മഖ്റജ ലിമുസ്ലിമിൻ മിൻ ദാലിക, ഒരു മുസ്ലിമിനും ഇതിൽ നിന്ന് ഒഴിവില്ല എന്ന് പറഞ്ഞാൽ ഈ ഹദീസുകളൊക്കെ ഇപ്പൊ നമ്മൾ വളരെ സൗകര്യപൂർവ്വം തള്ളിക്കളയുന്ന ഈ ഹദീസുകൾ, അത് പിന്തുടരൽ നമുക്ക് ഫർളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾപ്പെട്ട പല ആളുകളും അത് പിന്തുടരൽ അവർക്ക് ഫർളാണ്. ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ കൊണ്ട് അടിച്ച് അത് പിന്തുടരിപ്പിക്കുമായിരുന്നു. അതാണ് ഇവർ നിഷേധിച്ച് തള്ളുന്നത്. ആ അടി അവർക്ക് ദുനിയാവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ കിട്ടുക തന്നെ ചെയ്യും. അനി റബീഅ് ബിൻ സുലൈമാൻ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു, സഅല റജുലുൻ അശ്ശാഫിഇയ്യ അൻ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിനെ കുറിച്ച് ഇമാം ഷാഫിയോട് ഒരാൾ ചോദിച്ചു. ഫഖാല ലഹു റജുൽ ഫമാ തഖൂൽ, എന്നിട്ട് ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോ ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു ഇമാം ഷാഫിയോട്. അപ്പൊ നമ്മളൊക്കെ സാധാരണ പല മസലകളും ചർച്ച ചെയ്യുമ്പോൾ സംഭവിക്കാറുള്ള ഒരു രംഗമാണിത്. ഫമാ തഖൂൽ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഹദീസ് പറഞ്ഞു കഴിഞ്ഞിട്ട്? അപ്പൊ ഹദീസിനോടൊരു അദബ് വേണം. അങ്ങനെ നമുക്ക് ഈ ഹദീസിനെതിരായിട്ട് മറ്റു വല്ല ഹദീസും വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വ്യക്തമാക്കണം. ഈ ഹദീസിനെതിരായ മറ്റു വല്ല ഹദീസും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഹദീസിൽ എന്തെങ്കിലും ദുർബലതയുണ്ടോ? അതല്ലാതെ ഒരു ഹദീസ് പറയുമ്പോ എന്താണ് ഇപ്പൊ ശരി, അങ്ങനെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഹദീസിനെതിരായിട്ടൊരു ശരി ഉണ്ടാകാം എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അത് അദബില്ലാത്ത സ്വഭാവമാണ്. ഫമാ തഖൂൽ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലാതെ ഒരു മനുഷ്യനും ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിനെതിരായിട്ട് ഇമാം ഷാഫി വല്ലതും പറയുമോ എന്ന അർത്ഥത്തിലല്ല ചോദിക്കുന്നത്. നേരെ മറിച്ച് അവരുടെ ഉദ്ദേശം ശരിയാണ്. ഉദ്ദേശം എന്താണ്? ഇതിനെതിരായിട്ട് വല്ല തെളിവുകളും വേറെയുണ്ടോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ദുർബലതയുണ്ടോ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഉപയോഗിച്ച് വാക്ക് തെറ്റിപ്പോയി. ഫമാ തഖൂൽ, ഹദീസ് പറഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഫർതഅദ വന്തഫദ, ഇമാം ഷാഫി വറക്കാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ ശരീരം കുടയാൻ തുടങ്ങി. വഖാല, അദ്ദേഹം പറഞ്ഞു, അയ്യു സമാഇൻ തുളില്ലുനി, ഏതാകാശമാണ് എനിക്ക് തണൽ തരിക, ഏതാകാശമാണ് എന്റെ തലക്ക് മുകളിൽ തണലുണ്ടാക്കുക. വഅയ്യു അർളിൻ തുഖില്ലുനി, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക. ഇദാ റവൈതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ വഖുൽതു ബിഗൈരി, ഞാനൊരു ഹദീസ് റിവായത്ത് ചെയ്തിട്ട് അതിനെതിരായിട്ട് പറഞ്ഞാൽ പിന്നെ ഏത് ആകാശമാണ് എന്നെ രക്ഷിക്കുക, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇദാ വജദ്തും ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നതൻ, ഒരു സുന്നത്ത് നിങ്ങൾ കണ്ടാൽ, ഒരു ഹദീസ് കണ്ടാൽ, ഫത്തബിഊഹ, അത് നിങ്ങൾ പിന്തുടർന്നു കൊള്ളുക. വലാ തൽതഫിതു ഇലാ ഖൗലി അഹദ്, ഒരാളുടെ വാക്കും നിങ്ങൾ കാത്തു നിൽക്കേണ്ടതില്ല. അൻ അബി ഉസ്മാൻ അൽ-ഹൈരി റഹിമഹുല്ലാഹ് അന്നഹു ഖാല, ഇത് വളരെ മനോഹരമായ ഒരു അസറാണ്. അബു ഉസ്മാൻ അൽ-ഹൈരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, മൻ അമ്മറ സുന്നത അലാ നഫ്സിഹി, ആരാണോ സുന്നത്തിനെ സ്വന്തം നഫ്സിന്റെ അമീറാക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഹദീസ് എന്താണ് എന്ന് അന്വേഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാനായി നടക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ നടന്നാൽ, ഖൗലൻ വഫിഅലൻ, അയാളുടെ വാക്കിലും പ്രവൃത്തിയിലും, ഒരു കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അമൽ ചെയ്യുകയാണെങ്കിൽ, ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഹദീസിലുള്ളത്, അതൊരാൾ കണിശതയോടെ പിന്തുടരുകയാണെങ്കിൽ, അമ്മറ സുന്ന എന്നാണ് ഉപയോഗിച്ചത്. സ്വന്തം നഫ്സിന്റെ മുകളിൽ ഒരു ഭരണാധികാരിയാക്കി വെച്ചു ഹദീസിനെ. അങ്ങനെ ഒരാൾ ചെയ്താൽ നതഖ ബിൽ ഹിക്മ, അവന്റെ വായിൽ നിന്ന് ഹിക്മത്താണ് വരിക. അവനോടൊരു വസീയത്ത് ചോദിച്ചാൽ, ഉപദേശം ചോദിച്ചാൽ അവൻ ആവശ്യമായ കാര്യം പറയും. വളരെ നിർണായകമായ നമ്മുടെ ദുനിയാവും ആഖിറത്തും നന്നാക്കുന്ന വാക്കുകൾ പറയും. അതുപോലെ എന്ത് പ്രതിസന്ധികളുണ്ടായാലും അതിലൊക്കെ അവന്റെ പ്രതികരണം ഹിക്മത്തായിരിക്കും, ശരിയായിരിക്കും. അവന് സത്യം പറയാനുള്ള തൗഫീഖ് ഉണ്ടാകും. വമൻ അമ്മറൽ ഹവ അലാ നഫ്സിഹി, ആരാണോ ഹവയെ സ്വന്തം നഫ്സിന്റെ മേൽ ഭരണാധികാരിയാക്കുന്നത്, ഹവയുടെ അടിസ്ഥാനത്തിലാണ്, അവന്റെ ഹവ അവനെ ഇടത്തോട്ട് വിളിച്ചാൽ ഇടത്തോട്ട്, വലത്തോട്ട് വിളിച്ചാൽ വലത്തോട്ട്, അങ്ങനെ നടക്കുന്ന ഒരാൾ, അവന്റെ സ്വഭാവം എന്തായിരിക്കും? നതഖ ബിൽ ബിദ്അ, അവന്റെ വായിൽ നിന്ന് ബിദ്അത്ത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്നതാണ്. എത്രയോ ആളുകളുണ്ട് സുന്നത്തിനോട് അവഗണന, സുന്നത്തിൽ നിന്ന് തിരിഞ്ഞുപോയി. അങ്ങനെയുള്ള ആളുകൾ പതുക്കെ പതുക്കെ എങ്ങോട്ടാണ് എത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അവസാനം എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ. അവർ തുടങ്ങിയത് താടിയിലാണോ ഇസ്ലാം എന്ന് ചോദിച്ചിട്ടായിരുന്നു. താടിയിലാണോ ഇസ്ലാം എന്ന് ചോദിച്ചിട്ട് തുടങ്ങിയ ആൾക്കാർ ഇപ്പോ ഇസ്ലാമിലാണോ സ്വർഗം എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഹവയുടെ അനന്തരഫലം. ഈ ഹവ എന്ന് പറയുന്നത്, ആരാണോ സുന്നത്ത് പിന്തുടരാത്തത് അവരൊക്കെ ഹവ പിന്തുടരും. ഹവ പിന്തുടരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ദൂരെ നിൽക്കുന്ന ഒരു കക്ഷിയെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? വഇല്ലം യസ്തജീബു ലക, റസൂലിനോട് പറയുകയാണ്,
താങ്കൾക്ക് അവർ ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ, അഥവാ റസൂലിന്റെ സുന്നത്ത് ഒരാൾ പഠിച്ച് പിന്തുടരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ ഹവയാണ് പിന്തുടരുന്നത്. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ ഹുദയില്ലാതെ സ്വന്തം ഹവയെ പിന്തുടരുന്ന ഒരാളെക്കാൾ പിഴച്ച ആരാണുള്ളത്? അള്ളാഹു ചോദിക്കുന്നതാണ്. അപ്പൊ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അള്ളാഹുവിന്റെ ഹുദ, റസൂലിന്റെ സുന്നത്ത്, യസ്തജീബു ലക, റസൂലിന് ഉത്തരം ചെയ്യുക, അല്ലെങ്കിൽ യത്തബിഊന അഹ്വാഅഹും, ഹവയെ പിന്തുടരുക. മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തുക. ഓരോ മസല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഓരോ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ വിഷയത്തിൽ ഹദീസ് അറിയണം, സഹാബത്തിന്റെ നിലപാടറിയണം എന്ന ഒരു കണിശതയും അത് പഠിക്കാനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. ഇല്ലെങ്കിൽ എത്ര കുറവ് വരുന്നുണ്ടോ അത്രയും അംശം ഇത്തിബാഉൽ ഹവ, ഹവയെ പിന്തുടരുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയാൽ നതഖ ബിൽ ബിദ്അ, അവന്റെ വായിൽ നിന്ന് ബിദ്അത്തുകൾ വരും, പഴച്ച വാദങ്ങളായിരിക്കും അവന്റെ വായിൽ നിന്ന് വരിക. ഖാല തആല, എന്നിട്ട് ഇതിന് തെളിവാക്കിയത് എന്താണ്? സലഫ് സ്വാലിഹീങ്ങളുടെ ഇസ്തിംബാത്ത്, അവർ ഖുർആനും സുന്നത്തും എത്ര ആഴത്തിൽ ഗ്രഹിച്ചിരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. വഇൻ തുതിഊഹു തഹ്തദൂ, നിങ്ങൾ അവിടുത്തെ അനുസരിച്ചാൽ, റസൂലിനെ അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാകും. അഥവാ സുന്നത്ത് പിന്തുടർന്നാൽ അവൻ എല്ലാ കാര്യത്തിലും ഹിദായത്തിനുള്ള ഒരു തൗഫീഖ് ഉണ്ടാകും. നേരെ വിപരീതം, ഒരാൾ സുന്നത്ത് പിന്തുടരുന്നില്ലെങ്കിൽ അവന് ഖുദ്ലാൻ, അവൻ അള്ളാഹു കൈവിടുകയാണ് ചെയ്യുക. വലിയ വലിയ അബദ്ധങ്ങൾ അവന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസറാണ്. അനിൽ ഔസാഇ റഹിമഹുല്ലാ ഖാല കാന യുഖാൽ, ഇങ്ങനെ പറയപ്പെടാറുണ്ടായിരുന്നു. ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം സലഫു സാലിഹ്യങ്ങളിൽപ്പെട്ട ഒരു ഇമാമാണ്. അപ്പൊ അദ്ദേഹം താബിഈങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ സ്വഹാബത്തിനെ കുറിച്ചോ ആയിരിക്കും പറയുന്നത്. അവർ പറയാറുണ്ട്, ഖംസുൻ കാന അലൈഹ അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വത്താബിഊന ബിഇഹ്സാൻ, സ്വഹാബത്തും താബിഈങ്ങളും പിന്തുടർന്നു പോകുന്ന 5 കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സുന്നത്ത് പിന്തുടരുക, സലഫു സാലിഹ്യങ്ങളുടെ സബീൽ പിന്തുടരുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഇമാം ഔസാഇ. ലുസൂമുൽ ജമാഅ, ഒന്നാമത്തേത് മുസ്ലിം ജമാഅത്തിനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിം ഭരണാധികാരി ഉണ്ടാകും, അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്ത ജനങ്ങളുണ്ടാകും, അവരുടെ കൂട്ടത്തിൽ നിൽക്കുക. അവരിൽ നിന്ന് തെറിച്ചുപോയി ഖുറൂജ് നടത്തി അല്ലെങ്കിൽ ഭരണാധികാരിയെ വിമർശിച്ച് അങ്ങനെ ഒരു ക്ഷുദ്ര കക്ഷിയായി ഖവാരിജുകളായി മാറാതിരിക്കുക. മുസ്ലിം ജനങ്ങളെ, ബഹുജനങ്ങളെ പിന്തുടരുക, അവരുടെ കൂടെ നിൽക്കുക. വത്തിബാഉസ് സുന്ന, സുന്നത്ത് പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഓരോ വിഷയത്തിലും ഹദീസ് എന്താണ് എന്ന് അന്വേഷിച്ച് അത് വിശ്വസിക്കുക, അത് അമൽ ചെയ്യുക. മൂന്നാമത്തേത് ഇമാറത്തുൽ മസ്ജിദ്, മസ്ജിദുകൾ സജീവമാക്കുക. ഇത് അഹ്ലുസുന്നത്തിന്റെ ഒരു അസ്ലായ കാര്യമാണ്, മസ്ജിദുകൾ സജീവമാക്കുക എന്നുള്ളത്. ഇന്ന് പല ആളുകൾക്കും മസ്ജിദ് അലർജി ആയിരിക്കും. നമസ്കരിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ കയറും, പിന്നെ ഒരു നിമിഷം പോലും പള്ളിയിൽ ഇരിക്കാൻ മനസ്സ് അനുവദിക്കുകയില്ല. അത് ഒരാൾ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ടുണ്ടെന്നതിന്റെ അടയാളമാണ്. സ്വഹാബത്തും താബിഈങ്ങളും അവർ പിന്തുടർന്നിരുന്ന 5 അടിസ്ഥാന കാര്യങ്ങൾപ്പെട്ടതാണ് ഇമാറത്തുൽ മസ്ജിദ്, മസ്ജിദുകൾ സജീവമാക്കുക. ഇൽമു കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, ഖുർആൻ പഠിച്ചുകൊണ്ട്, ദിക്ർ കൊണ്ട്, നമസ്കാരം കൊണ്ട് ഒക്കെ പള്ളികൾ സജീവമാക്കുക. വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. ജിഹാദ് നമുക്കറിയാം, അതിന്റെ വിശദാംശങ്ങൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ജിഹാദ് അനുവദനീയമാകുന്ന സന്ദർഭവും നിർബന്ധമാകുന്ന സന്ദർഭവും ഒക്കെയുണ്ട്. അങ്ങനെ ഇസ്ലാമിക നിയമപ്രകാരം, ശർഈയായ നിയമപ്രകാരമുള്ള ഭരണാധികാരിയുടെ കൂടെയുള്ള ജിഹാദ്, ഈ 5 കാര്യങ്ങൾ സലഫുകൾ മുറുകെ പിടിച്ചിരുന്ന കാര്യങ്ങളാണ്. അൻ അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് ഖാല ഇന്ന മിൻ സആദത്തിൽ ഹദസി വൽ അഅജമി, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു അസറാണ്. അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്ന മിൻ സആദത്തിൽ ഹദസി വൽ അഅജമി, ഹദസ് എന്ന് പറഞ്ഞാൽ ചെറുപ്രായക്കാരായ ചെറുപ്പക്കാര്, കുട്ടികൾ, അല്ലെങ്കിൽ പിന്നെ യുവത്വത്തിന്റെ തുടക്കത്തിലുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരാളുടെ സആദത്ത്, സൗഭാഗ്യം ആണ്, അവന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. വല്ല അജമി, അതുപോലെ തന്നെ അജമിയായിട്ടുള്ള, അനർബിയായിട്ടുള്ള ഒരാളുടെ സൗഭാഗ്യമാണ് അൻ യുവഫിഖഹും അല്ലാഹു ലിആലിമിൻ മിൻ അഹ്ലി സുന്ന, അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു ആലിമിനെ കണ്ടുമുട്ടാൻ അവർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇത് രണ്ടും ഒരാൾ വഴിപിഴക്കാനുള്ള കാരണങ്ങളാണ്. ഒരാൾ ഹദസായിരിക്കുക, ചെറുപ്പക്കാരനായിരിക്കുക എന്നുള്ളത് ഏത് ദലാലത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഹിദായത്തിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്, ദലാലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ചെറുപ്പം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് നമുക്ക് കാണാം, ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ചെറുപ്പക്കാരായിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം പെട്ടെന്ന് തന്നെ അത് ചെയ്യും, ആലോചിച്ച് നിൽക്കുകയില്ല. അതുപോലെ തന്നെ ദലാലത്തുകളിലേക്കും പോകും. അതുകൊണ്ടാണ് ഖവാരിജുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുദസാഉൽ അസ്നാൻ സുഫഹാഉൽ അഹ്ലാം, അവർ ചെറുപ്പക്കാരായിരിക്കും. അതുപോലെ തന്നെ വിഡ്ഢിത്തം സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളായിരിക്കും, കുറെ സങ്കല്പങ്ങളുമായി നടക്കുന്ന ആളുകളായിരിക്കും. അപ്പോ ചെറുപ്പക്കാരനായ ഒരാൾ അയാളുടെ വഴി തിരഞ്ഞെടുക്കുന്ന പ്രായമാണ്. അതുപോലെ തന്നെ അൽ അജമി, അനറബിയായ ഒരാൾ, ഇൽമ് ഉണ്ടാവുക അറബികളുടെ ഇടയിലായിരിക്കും കൂടുതലും.
സാധാരണഗതിയിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിലുടനീളം ഇൽമ് വഹിച്ചിട്ടുള്ളത് ഇൽമിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ അറബികളായിരിക്കും. അപ്പൊ അജമിയാവുക അതുപോലെ യുവാവായിരിക്കുക, ഇത് രണ്ടും വഴിതെറ്റാനുള്ള അസ്ബാബുകളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ചെയ്യുന്ന ഒരു തൗഫീഖാണ് അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു ആലിമിനെ കണ്ടുമുട്ടുക, അയാളുമായി ബന്ധപ്പെടാൻ സാധിക്കുക എന്നുള്ളത്. ഇത് വലിയ ഒരു നിഅമത്താണ്. അത് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആളുകൾക്ക് യാത്ര ചെയ്യാനും ഉലമാക്കളുടെ നാടുകളിലേക്ക് പോകാനും ഒക്കെ പ്രയാസങ്ങളുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സുന്നത്താണ്. അള്ളാഹു ഒരു വാതിൽ അടക്കുമ്പോൾ മറ്റു ഒരുപാട് വാതിലുകൾ തുറക്കും. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒരുപക്ഷെ ഉലമാക്കളുള്ള ഒരു നാട്ടിൽ പോയി സ്ഥിരതാമസമാക്കാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉലമാക്കളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവരുടെ ഉപദേശങ്ങൾ കേൾക്കാനുള്ള മീഡിയകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു ആലിമിന്റെ കിതാബുകളും അദ്ദേഹത്തിന്റെ സംസാരവും കേട്ട് ദീൻ പഠിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദലാലത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു സബബാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബബാണ്. ആ വിഷയത്തിൽ വീഴ്ച വരുത്തിക്കൂടാ. وعن يوسف بن أسباط رحمه الله قال كان أبي قدريا. യൂസുഫ് ബിൻ അസ്ബാത്ത് എന്ന് പറയുന്നത് അറിയപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹം പറയുകയാണ്, കാന അബി ഖദരിയൻ, എന്റെ ഉപ്പ ഖദരിയായിരുന്നു, ഖദർ നിഷേധിക്കുന്ന ആളായിരുന്നു. വ അഖ്വാലി റവാഫിദ്, ഉമ്മാന്റെ കുടുംബം റാഫിദുകളാണ്, ഷിയാക്കളാണ്. ഫഅൻഖദനില്ലാഹു ബിസുഫിയാൻ, സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു എന്നെ രക്ഷിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞ അസറിന്റെ ഒരു പ്രായോഗികമായ ഉദാഹരണമാണ്. ഒരു ആലിമിന്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു. ഇതുപോലെ ആയിരിക്കും നമ്മുടെ അടുത്തുള്ള ദലാലത്ത് എന്താണെന്ന് നമുക്കിപ്പോ അറിയില്ല. നമ്മൾ അൽഹംദുലില്ലാഹ് ഖദരികളോ റാഫിദുകളോ ഒന്നുമല്ല. പക്ഷെ നമ്മളുടെ അടുത്തൊക്കെ തെറ്റുകൾ ഉണ്ടാകും, വലിയ വലിയ വീഴ്ചകൾ ഉണ്ടാകാം. അത് തിരിച്ചറിയുക എപ്പോഴാണ്? ഈ വീഴ്ചകളില്ലാത്ത സുന്നത്ത് പിന്തുടർന്ന് നടക്കുന്ന ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു ആലിമിനെ കാണുമ്പോഴായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ അടുത്തുള്ള വീഴ്ചകൾ നമുക്ക് മനസ്സിലാവുക. അൻസ്വാലിഹ് ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദിന്റെ മകൻ സാലിഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു ഇമാമാണ്. ഖാല ജാഅ റജുലൻ വഖദ് ഖളബ, ഒരാള് ഇമാം അഹ്മദിന്റെ അടുത്ത് വന്നു. അദ്ദേഹം താടിക്ക് മൈലാഞ്ചി തേച്ചിട്ടുണ്ട്, മൈലാഞ്ചി പൂശിയിട്ടുണ്ട്. ഫഖാല അബി, അപ്പൊ ഇമാം അഹ്മദ് പറഞ്ഞു, ഇന്നി ലഅറ റജുല യുഹ്യി ശൈഅൻ മിനസ് സുന്നഹ്, ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സുന്നത്ത് ജീവിപ്പിക്കുന്നത് ഞാൻ കണ്ടാൽ ഫഅഫ്റഹു ബിഹി, ഞാൻ അതുകൊണ്ട് സന്തോഷിക്കും. അപ്പൊ താടി നരച്ചാല് അതിന്റെ കളർ മാറ്റുക എന്നുള്ളത്, ആ നരയുടെ വെള്ള നിറം മാറ്റി മറ്റെന്തെങ്കിലും കളർ അടിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഖിലാബ് അത് സുന്നത്താണ്. ചില പണ്ഡിതന്മാർ വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അയാൾ ചെയ്തത് കണ്ടപ്പോ ഇമാം അഹ്മദ് പറയുകയാണ്, അങ്ങനെ ഒരു സുന്നത്ത് ഹയാത്താക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. أن حماد بن زيد رحمه الله قال غسلت جعفر بن سليمان وزررت عليه قميصه حين ألبسته الكفن. حماد بن زيد رحمه الله പറയുകയാണ്, ജാഫർ ബിൻ സുലൈമാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വലിയ ആലിമാണ്. അദ്ദേഹത്തെ ഞാനാണ് മയ്യത്ത് കുളിപ്പിച്ചത്. അങ്ങനെ കഫൻ പുടവ ഉടുപ്പിച്ചപ്പോ ثم جاء عمه عبد الصمد بتسعة أثواب ليكفنه فيها, അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരാൾ വന്നിട്ട് 9 സൗബുകൾ കൊണ്ടുവന്നു, അതായത് കഫൻ ചെയ്യാൻ വേണ്ടി. എന്നാൽ ചിലപ്പോ സമ്പന്നനായിരിക്കും, അല്ലെങ്കിൽ അറിയപ്പെട്ട ആളായിരിക്കും. അപ്പൊ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വില കൂടിയതായിരിക്കാം 9 വസ്ത്രങ്ങളുമായിട്ട് അദ്ദേഹം വന്നു. ഫമാ കുഫിന ഇല്ലാ ഫീ ثلاثة أثواب عملا بالسنة, പക്ഷേ അതൊന്നും സ്വീകരിച്ചില്ല. 3 തുണിയിൽ തന്നെ അദ്ദേഹത്തെ കഫൻ ചെയ്തു. അപ്പം സുന്നത്ത് നടപ്പിലാക്കാൻ വേണ്ടി 3 തുണിയിൽ കഫൻ ചെയ്യുക എന്നതാണ് സുന്നത്ത്. അൻ ഹമ്മാദ് ബിൻ സയ്യിദ് റഹിമഹുല്ലാഹ് കാന അയ്യൂബ് അസ്സഖ്തിയാനി യബ്ലുഹു മൗത്തുൽ ഫതാ മിൻ അസ്ഹാബിൽ ഹദീസ്, അഹ്ലുൽ ഹദീസിൽപ്പെട്ട, ഹദീസ് പഠിക്കുകയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുകയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് അസ്ഹാബുൽ ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാള്, ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടാൽ ആ വാർത്ത അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് അറിഞ്ഞാൽ, നോക്കൂ, നിങ്ങൾ ഒരു ആലിം എന്ന് പറഞ്ഞിട്ടില്ല, അഹ്ലുൽ ഹദീസിൽപ്പെട്ട അഹ്ലു സുന്നത്തിൽപ്പെട്ട ഏതോ ഒരാൾ, സുന്നത്ത് പിന്തുടരുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞാൽ ഫയുറാ ദാലിക ഫീഹി, അദ്ദേഹത്തിന്റെ മുഖത്തത് കാണാമായിരുന്നു. അദ്ദേഹം കുറെ ദിവസം വിഷമത്തിലായിരിക്കും. അദ്ദേഹത്തിന് പരിചയമുള്ള ആളല്ല, എവിടെയോ ഒരു അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അദ്ദേഹം വിഷമിക്കുമായിരുന്നു. വയബ്ലൂഹു മൗത്തുർ റജുലി യുദ്കറു ബിൽ ഇബാദ, വളരെയധികം ഇബാദത്തിൽ മുഴുകുന്ന ഒരാൾ, അറിയപ്പെട്ട ഒരു ആബിദായ ഒരു മനുഷ്യൻ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞാൽ ഫമാ യുറാ ദാലിക ഫീഹി, വലിയൊരു വിഷമം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാറില്ല. നമ്മളിത് നേരെ തിരിച്ചായിരിക്കും. ചിലപ്പോൾ ഒരാള് നല്ല ഇബാദത്തിലൊക്കെ സജീവമായിരിക്കും, ചിലപ്പോൾ ഇബാദത്തിൽ പോലും സജീവമായിരിക്കണം എന്നില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സാമൂഹ്യ സേവനം ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്ത ഒരാളായിരിക്കും. അയാൾ മരിച്ചാൽ നമുക്ക് വലിയ വിഷമമായിരിക്കും. അയാൾ ചിലപ്പോ അബൂജഹലിന്റെ അഖീദയായിരിക്കും, മുശ്രിക്കായിരിക്കും, മുസ്ലിം പേര് മാത്രമുള്ളൊരു മുനാഫിക്കായിരിക്കും. പക്ഷെ നമ്മളതിൽ വിഷമിക്കും. കാരണം ഭൗതികമായി ഉമ്മത്തിന് കുറെ ഗുണം അയാളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാൾ മരണം ചിലപ്പോ നമ്മെ സ്വാധീനിക്കുകയില്ല. അങ്ങനെ ആയിരുന്നില്ല സലഫുകൾ. അവര് സുന്നത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ റസൂലിനുള്ള ഹുബ്ബാണ്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം,
അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പ്. അപ്പൊ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിലുള്ള ആളുകളെ അവരതുപോലെ സ്നേഹിച്ചിരുന്നു. عن حماد بن زيد أيضا قال حضرت أيوب السختياني وهو يغسل شعيب بن الحبحاب رحمه الله. أيوب السختياني മറ്റൊരു സലഫിൽപ്പെട്ട മറ്റൊരു വ്യക്തിയെ മയ്യിത്ത് കുളിപ്പിക്കുകയാണ്. വഹു യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇന്നല്ലദീന യതമന്നൗന മൗത അഹ്ലി സുന്ന, അഹ്ലുസുന്നത്തിന്റെ മരണം ആഗ്രഹിക്കുന്നവർ. ഇപ്പോൾ ഒരു അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളാണ് മരിച്ചു കിടക്കുന്നത്, അദ്ദേഹത്തിനെ കുളിപ്പിക്കുമ്പോൾ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി പറയുകയാണ്, അഹ്ലുസുന്നത്തിന്റെ മരണം ആഗ്രഹിക്കുന്നവർ യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനാണ് ശ്രമിക്കുന്നത്. കാരണം സുന്നത്തിന്റെ ആളുകളാണ് അള്ളാഹുവിന്റെ ദീൻ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ അവർ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം കെട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾ എത്ര വെറുത്താലും ശരി അള്ളാഹു അവന്റെ ദീനിന്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അൻ സാലിഹ് ഇബ്നു മുസ്ലിം ഖാല ഖാല ലി ആമിർ അശ്ശഅബി റഹിമഹുല്ലാഹ്, ആമിർ ഇബ്നു ശറാഹിൽ അശ്ശഅബി അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ഹലക്തും, നിങ്ങൾ പഴിച്ചുപോയത്, നശിച്ചുപോയത്, ബിഅന്നകും തറക്തുമുൽ ആഥാർ, അസറുകൾ നിങ്ങൾ ഉപേക്ഷിച്ചപ്പോഴാണ്, സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഒക്കെ വാക്കുകൾ നിങ്ങൾ ഉപേക്ഷിച്ചപ്പോഴാണ്. വഅഖദ്തും ബിൽ മഖായീസ്, ഖിയാസ് നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. എന്നാണ് ബുദ്ധി ഉപയോഗിച്ച്, ഹദീസും ആയത്തൊന്നുമല്ല, ബുദ്ധി ഉപയോഗിച്ചുള്ള ചർച്ചകൾ വഴി ദീനിന്റെ മസലകളൊക്കെ തീർപ്പാക്കാൻ നിങ്ങൾ ശ്രമിച്ചതോടുകൂടിയാണ് നിങ്ങൾ പിഴക്കാൻ തുടങ്ങിയത്. വലഖദ് ബുഖിറ ഇലയ്യ ഹൗലായി, എനിക്ക് ഇത്തരം ആളുകളെ വെറുപ്പാണ്, അതായത് ബുദ്ധി ഉപയോഗിച്ച് ദീനിന്റെ അഭിപ്രായം പറയുന്ന ആളുകളെ. ഹത്താ ഇന്നഹും ലഅബ്ഗളു ഇലയ്യ മിൻ ഖുനാസതി ദാരിൻ, ഒരു വീട്ടിലുള്ള മാലിന്യം വെച്ചിരിക്കുന്ന സ്ഥലം, വേസ്റ്റ് ഇടുന്ന സ്ഥലം, ഒരു ചവറ്റുകൂന, അതിനേക്കാൾ എനിക്ക് അവരെ വെറുപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. عن عبيد الله بن واصل سمعت أحمد السرماري رحمه الله يقول وأخرج سيفه. ഇമാം അഹ്മദ് അസ്സർമാരി അദ്ദേഹം ഒരു മുഹദ്ദിസാണ്, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹം വാൾ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, അദ്ദേഹം മുഹദ്ദിസുമായിരുന്നു, അതോടൊപ്പം ജിഹാദ് ചെയ്യുന്ന ആളായിരുന്നു. അന്നത്തെ കാലത്ത് ഭരണാധികാരികളുടെ കൂടെ സൈന്യത്തിൽ യുദ്ധം ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം പറയുന്നു, അഅലമു യഖീനൻ, എനിക്ക് ഉറപ്പുണ്ട്, അന്നി ഖതൽതു ബിഹി അൽഫ തുർക്കിയൻ, ഞാൻ 1000 തുർക്കികളെ, അന്ന് തുർക്കി പിന്നെ കാഫിർ രാജ്യമാണ്, മുശ്രിക്കുകളാണ്, അവരുമായി യുദ്ധമുണ്ടായിട്ടുണ്ട്, ഞാൻ 1000 തുർക്കിക്കാരെ ഈ വാളുകൊണ്ട് കൊന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വലൗലാ ഖൗഫി അൻ യകൂന ബിദ്അതൻ, ഒരു ബിദ്അത്താകുമായിരുന്നു, ബിദ്അത്തായേക്കും എന്ന പേടിയില്ലായിരുന്നെങ്കിൽ ലഅമർതു അൻ യുദ്ഫന മഈ, ഈ വാൾ എന്റെ കൂടെ ഖബറിൽ വെക്കാൻ ഞാൻ പറയുമായിരുന്നു. അപ്പൊ അത്രയും പിന്നെ ജിഹാദ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാളാണ്, അതെന്റെ കൂടെ ഖബറടക്കാൻ ഞാൻ പറയുമായിരുന്നു, അതൊരു ബിദ്അത്താകുമെന്ന പേടിയില്ലായിരുന്നെങ്കിൽ. അപ്പൊ ബിദ്അത്താകുമോ എന്ന പേടി ഓരോ കാര്യത്തിലും അവർക്ക് ഉണ്ടായിരുന്നു. അൻ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് ഖാല, ഇമാം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇസ്തൗസു ബി അഹ്ലി സുന്നത്തി ഖൈറാ, നിങ്ങൾ അഹ്ലുസുന്നത്തിന്റെ കാര്യത്തിൽ ഉപദേശം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തിന്റെ കാര്യം നിങ്ങൾ സൂക്ഷിക്കുക. അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം സൗമ്യമായി പെരുമാറുക, പരസ്പരം സഹായിക്കുക, പിന്തുണക്കുക. ഫഇന്നഹും ഖുറബാ, കാരണം അവർ അപരിചിതരാണ്, ജനങ്ങൾക്കിടയിൽ അപരിചിതരാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അവസാന കാലത്ത് ജനങ്ങൾ ഫസാദാകുമ്പോൾ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് ഹദീസിൽ പറഞ്ഞത് നുസാഉൽ ഖബായിൽ, ഓരോ ഖബീലയിൽ നിന്നും വേറിട്ട് പോയവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബവും അവർ ഉപേക്ഷിച്ചവരായിരിക്കും. ഒരാൾ അവന്റെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടവനായിരിക്കും, മറ്റേയാൾ അവന്റെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടവനായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരും സമൂഹത്തിൽ ഒറ്റപ്പെട്ട കഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർ തന്നെ പരസ്പരം ശത്രുക്കളാണെങ്കിലോ എന്തുമാത്രം വലിയ ദയനീയതയാണത്. ഇപ്പൊ പള്ളിയിൽ വരുന്ന ആളുകൾ സമൂഹത്തിലൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഈ പള്ളിയിൽ വെച്ച് അവർ പരസ്പരം പരിഹസിക്കുക, കുത്തുവാക്കുകൾ പറയാ. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വലിയൊരു ദുരന്തമാണത്. അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഫൈനഹു ഖുറബാ, അഹ്ലുസുന്നത്ത് അപരിചിതരാണ്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ്. വഖാല അയ്വൻ, അദ്ദേഹം പറഞ്ഞു, ഇദാ ബലഗക അൻ റജുലിൻ ബിൽ മശ്രിഖി അന്നഹു സാഹിബു സുന്ന, മശ്രിഖിൽ കിഴക്ക് ഭാഗത്ത് അഥവാ വിദൂരമായ ഒരു നാട്ടിൽ ഒരാൾ സുന്നത്തിന്റെ ആളാണ് എന്ന് നീ കേട്ടാൽ, വആഖറ ബിൽ മഗ്രിബി, മറ്റൊരാൾ മഗ്രിബിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടില് അദ്ദേഹം സുന്നത്തിന്റെ ആളാണ് എന്ന് കേട്ടാൽ, ഫബ്അസ് ഇലൈഹിമാ ബിസ്സലാം, അവർക്ക് രണ്ടുപേർക്കും നീ സലാം പറഞ്ഞേക്കുക. ഇന്ന ഒരാള് സുന്നത്ത് പിന്തുടരുന്ന ഒരാളുണ്ട് ഇന്ന നാട്ടിൽ എന്നൊരാൾ വന്ന് പറഞ്ഞാൽ അവനോട് സലാം പറയണമെന്ന് നീ പറഞ്ഞയച്ചേക്കുക. വദ്ഉ ലഹുമാ, അവർക്ക് രണ്ടുപേർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കുക. മാ അഖല്ല അഹ്ല സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എത്ര കുറവാണ്. അന്ന് കാലത്ത് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലത്ത് ഹിജ്റ 200 മുമ്പ് അന്നത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്. عن عبد الرحمن بن أبي زناد عن أبيه قال ما رأيت أحدا أعلم بالسنة من القاسم بن محمد. القاسم بن محمد ابن أبي بكر رضي الله عنهم, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്.
അദ്ദേഹത്തെക്കാൾ സുന്നത്തിനെ കുറിച്ച് ഇൽമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സുന്നത്തിനെ കുറിച്ചുള്ള ഇൽമെന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അഖീദയും ശരിയായ അഖീദ, അതാണ് സുന്നത്തിന്റെ അടിത്തറ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസം, അതുപോലെ തന്നെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്തുകൾ. ഈ കാര്യത്തിൽ ഖാസിം ഇബ്നു മുഹമ്മദിനേക്കാൾ ഇൽമുള്ള ഒരാളെ എനിക്കറിയില്ല. അപ്പൊ ഖാസിം ഇബ്നു മുഹമ്മദ് അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ഒരു ഇമാമാണ്, മദീനയിലെ ഫുഖഹാക്കളിൽപ്പെട്ട ഒരു ഫഖീഹാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാം, ഏതെങ്കിലും ബിദ്അത്തുകാരുടെ പിഴച്ച വാദങ്ങൾ അദ്ദേഹം കേട്ടാൽ അദ്ദേഹം ചിരിക്കുമായിരുന്നു. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വളർന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം വലിയ വഖാറുള്ള ഗാംഭീര്യമുള്ള ആളായിരുന്നു. അനാവശ്യമായി ചിരിക്കുകയോ പരിധി വിട്ട് സംസാരിക്കുകയോ ചെയ്യുന്ന ആളല്ല. പക്ഷെ ഏതെങ്കിലും ബിദ്അത്തുകാരുടെ സംശയങ്ങളെ കുറിച്ച് കേട്ടാൽ അദ്ദേഹം ചിരിക്കുമായിരുന്നു. ചെറിയ കുട്ടികൾ ചിരിക്കുന്നത് പോലെ ചിരിക്കും. അത്രയും സുന്നത്തിൽ അദ്ദേഹത്തിന് ഇൽമുണ്ടായിരുന്നു. ആ ബിദ്അത്തിന്റെ വാദങ്ങൾ പൊള്ളയാണെന്ന് അദ്ദേഹത്തിന് കേൾക്കുമ്പോഴേ തിരിച്ചറിയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ ഇമാമായിരുന്നു അദ്ദേഹം. എന്നിട്ട് അബ്ദുറഹ്മാൻ അബി സിനാദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉപ്പ പറഞ്ഞതായി പറയുകയാണ്, ഖാസിം ഇബ്നു മുഹമ്മദിനേക്കാൾ സുന്നത്തറിയുന്ന ഒരാളെയും എനിക്കറിയില്ല. വകാന അർറജുലു ലാ യുഅദ്ദു റജുലൻ ഹത്താ യഅരിഫ സുന്ന. ഞങ്ങളുടെ കാലത്ത് ഒരു പുരുഷനെ പുരുഷനായി എണ്ണാറില്ല, ഒരാണായിട്ട് കണക്കാക്കാറില്ല. ഹത്താ യഅരിഫ സുന്ന, സുന്നത്ത് മനസ്സിലാക്കാത്തിടത്തോളം കാലം. ശരിയായ വിശ്വാസം അറിയില്ല, അഖീദ അറിയില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പ്, ശരിയായ അമലുകൾ ഇതറിയില്ല. അങ്ങനെയുള്ള ഒരാളെ ഒരാണായിട്ട് ഞങ്ങൾ കാണാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾക്കൊരു പക്ഷെ ഒരുപാട് കാലം അഹ്ലുസുന്നത്താണ്, സലഫികളാണ്, ശരിയായ മാർഗത്തിലുള്ളവരാണ് എന്ന് ആത്മവിശ്വാസം കൊണ്ട് അങ്ങനെ ജീവിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ വളരെ നിസ്സാരമായ മസലകൾ, ഒരുപക്ഷെ നമസ്കാരത്തിന്റെ നിബന്ധനകളുമായി ബന്ധപ്പെട്ട ശുറൂത്തുകളുമായി ബന്ധപ്പെട്ട മസല, വുളൂവുമായി ബന്ധപ്പെട്ട മസല, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ അഖീദയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ലാ യുഅദ്ദു റജുലൻ, ആ മനുഷ്യനെ ഒരാളായിട്ട് കാണുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണാറുള്ളത് മറ്റു വിഷയങ്ങൾ, ഭൗതികമായ വിഷയങ്ങളിൽ. ആലോചിച്ച് നോക്കും, ഒരാൾക്കിപ്പോൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കാം, എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ മലയാളം അയാൾക്ക് വായിക്കാൻ അറിയില്ല. അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ശരിയായ അമല്, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അമല് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ചില ആളുകൾ പഠിക്കുകയില്ല എന്ന് മാത്രമല്ല, പഠിക്കുന്നവരുടെ ശത്രുവായിരിക്കും. സുന്നത്ത് അമൽ ചെയ്യുന്ന ഒരാളുടെ ശത്രുവായിരിക്കും. എന്തെങ്കിലും അവന് പരിചയമില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് കണ്ടാൽ അത് ചോദ്യം ചെയ്യും, അവിടെ കുഴപ്പമുണ്ടാക്കാൻ പോകും. എന്നിട്ട് ചോദിച്ചാൽ പോലെ നമ്മളാരും കേട്ടിട്ടില്ല. ശരി, നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളത് ഒരു തെളിവാണോ? ദീൻ പഠിക്കുന്ന ഒരാളാണോ വിമർശിക്കുന്ന ആള്? എങ്കിൽ ഒരു വകുപ്പുണ്ട്. അവൻ കേൾക്കാത്ത കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോ ബിദഅത്താവാൻ സാധ്യതയുണ്ട്. എല്ലാ സുന്നത്തും പഠിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് പറയുന്നതെങ്കിൽ ശരി. അവനെന്താണ് ജോലി? അവൻ 24 മണിക്കൂർ ദുനിയാവിന്റെ പിന്നാലെയാണ്. അത് കഴിഞ്ഞിട്ട് ജമാഅത്തിന് മാത്രമാണ് പള്ളിയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇമാമിന്റെ അടുത്ത് എന്തെങ്കിലും ഇവന് പരിചയമില്ലാത്തൊരു കാര്യം കാണുന്നത്. അത് അവൻ ചോദ്യം ചെയ്യുക. എന്തുമാത്രം വലിയ ദുരന്തമാണത്. അൻ സഈദ് ഇബ്നു ഇസ്മായിൽ റഹിമഹുല്ലാ ഖാല മൻ അമ്മറ അസ്സുന്നത അലാ നഫ്സിഹി ഖൗലൻ വഫിഅലൻ നതഖ ബിൽ ഹിക്മ. നേരത്തെ നമ്മൾ വായിച്ച അതേ അസറാണ്. അൻ ഇബ്രാഹിം അൽ ഹർബി റഹിമഹുല്ലാ ഖാല യൻബഗി അല الرجل ഇദാ സമിഅ ശൈഅൻ മിൻ ആദാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യതമസ്സക ബിഹി. ഒരു മനുഷ്യൻ ചെയ്യേണ്ടതുണ്ട്, നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി എന്തെങ്കിലും അദബിനെ കുറിച്ച് കേട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അൻ യതമസ്സക ബിഹി, അത് മുറുകെ പിടിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ, ഇപ്പൊ നമ്മൾ കുറച്ചു ദിവസം മുമ്പ് കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളോട് സലാം പറയാറുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടന്നു പോകുമ്പോൾ ഒരു മരം അവർക്കിടയിൽ മറയിട്ടാൽ അത് കഴിഞ്ഞ് വീണ്ടും കണ്ടുമുട്ടിയാൽ ഒരു സലാം പറയും. സലാമിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഹദീസുകൾ നമ്മൾ കേട്ടു. പിന്നെ നമ്മളതിനെ മുറുകെ പിടിക്കണം, പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് മുളച്ചു നിൽക്കണം. അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഇബ്രാഹിം അൽ ഹർബി റഹിമഹുല്ലാ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സലാമിന്റെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അഫ്ശുസ് സലാമ ബൈനക്കും, സലാം നിങ്ങൾ പ്രചരിപ്പിക്കുക. അപ്പൊ നമ്മുടെ പള്ളിയിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും സലാം അവിടെ കേൾക്കണം. ഒരാൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ, പള്ളിയിൽ വെച്ച് പരസ്പരം കണ്ടാല്, അല്ലെങ്കിൽ നമ്മളിവിടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരാളെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫുഖഹാക്കൾ പറയുന്ന ഒരു മസല, നമസ്കരിക്കുന്ന ഒരാളോട് നമുക്ക് സലാം പറയാം. ആലോചിച്ച് നോക്കൂ, ഒരാൾ നമസ്കരിക്കുന്ന സമയത്ത് അയാളോട് സലാം പറയാം. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവര് ഹബശയിലേക്ക് ഹിജ്റ പോയവരാണ്. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി അന്ന് തിരിച്ചു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബിയിൽ നമസ്കരിക്കുകയാണ്. അവരടുത്ത് പോയി സലാം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയില്ല, മറിച്ച് ആംഗ്യം കാണിക്കുകയാണ് ചെയ്തത്, കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ സലാം പറഞ്ഞാൽ സലാം അടക്കുക?
ആർക്കെങ്കിലും അറിയോ? എങ്ങനെ? ഇങ്ങനെ കൈയിന്റെ ഉൾഭാഗം നിലത്തേക്കും പുറംഭാഗം മുകളിലേക്കുമായിട്ട് പിടിക്കുക. അങ്ങനെയാണ് സലാം അടക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിച്ചത്? അപ്പൊ നമസ്കരിക്കുന്ന ഒരാളോട് സലാം പറയാം. അത്രമാത്രം സലാമിന്റെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ അല്ലാത്ത സമയത്ത് നമ്മൾ എത്ര സലാം പറയേണ്ടതുണ്ട്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, പല ആളുകളും ഇന്ന് നടന്നു പോകുമ്പോൾ ഒരു മുസ്ലിമായ സഹോദരനെ കണ്ടാൽ ഒരു മരത്തിന്റെ അടുത്തൂടെ നടന്നു പോയ പോലെയാണ്. മരത്തിനോട് സലാം പറയില്ലല്ലോ, അതുപോലെ അവിടെ ഒരു മരം നിൽക്കുന്നത് പോലെ ആയിരിക്കും. അങ്ങനെ ആവരുത്. അപ്പൊ ഇതുപോലെ സുന്നത്തിന്റെ എന്തൊരു കാര്യം കേട്ടാലും അയ്യതമസ്സക ബിഹി, അത് അവൻ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അന്ന അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് അന്നഹു ഖാല ഇന്നഹു ലയബ്ലുഗുനി അന്ന റജുല മിൻ അഹ്ലി സുന്നഹ് മാത. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വാർത്ത കേൾക്കും, അഹ്ലു സുന്നത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കേട്ടാൽ ഫകഅന്നമാ അഫ്ഖിദു ബഅദ അഅദാഇ, എന്റെ ശരീരത്തിൽ ഒരു അവയവം നഷ്ടപ്പെട്ടതുപോലെയാണ്. സുന്നത്ത് ഇത്തിബാ ചെയ്യുന്ന ഒരാൾ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ടാൽ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയതുപോലെയാണ്. ഇവിടെ ഒന്നും പണ്ഡിതനെന്നോ സാധാരണക്കാരനെന്നോ ഒരു വേർതിരിവ് പറഞ്ഞിട്ടില്ല. അപ്പൊ സുന്നത്ത് പിന്തുടരുക എന്നുള്ളത് തന്നെ മതി ഒരു വലിയ സ്ഥാനമായി. ഖാല മുഅ്തമിർ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് മാത സാഹിബുൻ ലീ കാന യത്ലുബുൽ ഹദീസ്. ഹദീസ് പഠിച്ചിരുന്ന ഒരു സുഹൃത്ത്, എന്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു. ഫജസിഅതു അലൈഹി, അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചു. അദ്ദേഹം മരിച്ചത് ഓർത്ത് ഞാനിങ്ങനെ വിഷമം പറയാൻ തുടങ്ങി. ഫറഅ അബി ജസഇ അലൈഹി, അങ്ങനെ ഞാൻ അവനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നത് എന്റെ ഉപ്പ കണ്ടപ്പോ ഉപ്പ എന്നോട് പറഞ്ഞു, ഫഖാല യാ മുഅ്തമിർ കാന സാഹിബുക ഹാദാ അല സുന്നഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്നത്തെ പണ്ഡിതന്മാരും അവരുടെ ഉപ്പമാരും അവരുടെ കുടുംബവും ഒക്കെ സുന്നത്തിന്റെ പേരിലാണ് അവരുടെ ബന്ധങ്ങളും അവരുടെ ചർച്ചയും. ഉപ്പ ചോദിക്കുകയാണ്, നീ വിഷമിക്കുന്ന ആള് സുന്നത്തിലായിരുന്നോ, സുന്നത്തിന്റെ ആളായിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മളൊരു സുഹൃത്ത് മരിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എന്തായിരിക്കും ഉപ്പ ചോദിക്കുക? അവൻ നിന്റെ കൂടെ പഠിച്ചിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളൊന്നിച്ച് ഗൾഫിലുണ്ടായിരുന്ന ആളാണോ ആയിരിക്കും ചോദിക്കുക. പക്ഷെ ഇദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം സുന്നത്തിന്റെ ആളായിരുന്നു. ഖുൽതു നഅം, അദ്ദേഹം പറഞ്ഞു അതെ. ഖാല ഫലാ തജ്സ അലൈഹി വലാ തഹ്സൻ അലൈഹി. ഉപ്പാന്റെ ഇൽമു നോക്കൂ, നിങ്ങൾ അവൻ സുന്നത്തിലുള്ള ആളായിരുന്നെങ്കിൽ നീ ദുഃഖിക്കേണ്ടതില്ല, കാരണം ഇൻഷാ അല്ലാഹ് അവന്റെ ആഖിറത്ത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഖാലൽ ഹസൻ റഹിമഹുല്ലാഹ് യഅലമു റഹിമകുമുല്ലാഹ്, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ആയിരിക്കും, അദ്ദേഹം പറയുന്നു യഅലമു റഹിമകുമുല്ലാഹ്, നിങ്ങൾ അറിയുക, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അന്ന അഹ്ല സുന്നതി കാനു അഖല്ലൻ നാസി ഫീമാ മള. മുമ്പ് കാലത്ത് ഹസൻ ബസ്രി എന്ന് പറയുന്നത് താബിഇയാണ്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സഹാബത്തിന്റെ അവസാന കാലം, താബിഈങ്ങളുടെ തുടക്കകാലത്തെ കുറിച്ചായിരിക്കും. ഖവാരിജുകളും മറ്റു ബിദഅത്തിന്റെ ആളുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു, അവർ ഒരുപാടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അദ്ദേഹം പറയുകയാണ് അഹ്ലു സുന്നത്ത് ന്യൂനപക്ഷമായിരുന്നു കഴിഞ്ഞ കാലത്ത്. വഹും അഖല്ലുൻ നാസി ഫീമാ ബഖിയ, ഇനിയുള്ള കാലത്തും അവർ ന്യൂനപക്ഷം തന്നെയായിരിക്കും. ഇത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട കാര്യമാണ്. അഹ്ലു സുന്നത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറവായിരിക്കും. അപ്പോ ആളുകളുടെ എണ്ണം നോക്കി ഹക്ക് തീരുമാനിക്കുക എന്നുള്ളത് അത് ഒരിക്കലും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വലിയ ബാത്തിൽ എത്തിച്ചേരും. ഇനി വരാനുള്ള കാലത്തും അഹ്ലു സുന്നത്ത് കുറവായിരിക്കും. അതിന് നമ്മുടെ മനസ്സിൽ നമ്മൾ പാകപ്പെടുത്തണം. എല്ലാവരും ഈ അഖീദ ഉപേക്ഷിച്ച് നമ്മൾ ഒരൊറ്റ ആൾ ബാക്കിയായാലും അൻതൽ ജമാഅ ഇദാ വാഫഖ്തൽ ഹഖ്, ഹക്കിനെ നീ യോജിക്കുന്നുണ്ടെങ്കിൽ, ഹക്കിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നീയാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. അതിന് നമ്മൾ മനസ്സിൽ പാകപ്പെടുത്തണം. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഈ അഖീദ ഉപേക്ഷിച്ച് പോയാലും അള്ളാഹു എല്ലാവരും ഉറപ്പിച്ചു നിർത്തട്ടെ. അങ്ങനെ സംഭവിച്ചാലും നമ്മൾ അഹ്ലു സുന്നത്തിന്റെ അഖീദ ഉപേക്ഷിക്കുകയില്ല എന്ന നിർബന്ധ ബുദ്ധി നമുക്ക് വേണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അല്ലദീന ലം യദ്ഹബു മഅൽ ഇത്റാഫി ഫീ ഇത്റാഫിഹിം, സുഖലോലുപന്മാരായ ആളുകളുടെ കൂടെ, അവരുടെ സുഖലോലുപതയുടെ കൂടെ അങ്ങനെ പഴച്ചു പോകാതെ ഉറച്ചു നിൽക്കുന്ന അഹ്ലു സുന്നത്ത്. വലാ മഅ അഹ്ലിൽ ബിദ്അഇ ഫീ ബിദ്അഇഹിം, ബിദ്അത്തുകാരുടെ കൂടെ ബിദ്അത്തുകൾ ചെയ്ത് പോവാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കുറവായിരിക്കും എന്നർത്ഥം. വസബറു അലാ സുന്നത്തിഹിം, അവർ പിന്തുടരുന്നതായ സുന്നത്ത് സബറോടുകൂടി പിന്തുടരുന്നവർ. ഹത്താ ലഖൂ റബ്ബഹും, തങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ. കാരണം ഈ ക്ഷമക്കും ഈ ന്യൂനപക്ഷമായിട്ടുള്ള അവസ്ഥ, ഈ അപരിചിതത്വം, ഇതിനൊക്കെ ഒരു റിസൾട്ട് വരാനുണ്ട്. അതെന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ വെച്ച് ഈ സുന്നത്തിന്റെ ആളുകൾ വെച്ച് ബാക്കി എല്ലാവരെയും ആട്ടി ഓടിക്കും. അപ്പൊ അവിടെ വരെയാണ് ക്ഷമിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞത് ഇസ്ബിറു ഹത്താ തൽഖൗനി ഇൻദൽ ഹൗദ്, അല്ലെങ്കിൽ അലൽ ഹൗദ്, ഹൗദിൽ വെച്ച് എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കുക. അവിടെ വരെയാണ് ക്ഷമ. അത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫകദാലിക ഫകൂനു ഇൻഷാ അല്ലാഹ്, അതുകൊണ്ട് നിങ്ങളും അതുപോലെയാവുക. ഇങ്ങനെ സബറോടുകൂടി നിലയുറപ്പിച്ച ആളുകൾ മുൻകാലത്ത് കുറവായിരുന്നു, ഇനിയും അങ്ങനെയുള്ള ആളുകൾ കുറവായിരിക്കും. നിങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക എന്നാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സുന്നത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. സുന്നത്ത് പഠിക്കാനും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.